യാത്ര എന്ന സൂപ്പർ ഹിറ്റ് തെലുങ്കു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാസ്വാദകർ. മലയാളത്തിന്റെ മമ്മൂട്ടിയും ഭാഗമാകുന്ന ചിത്രത്തെ മലയാളികളും ആവേശത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. മമ്മൂട്ടി നായകനായി 2019 പുറത്തുവന്ന പൊളിറ്റിക്കൽ ത്രില്ലറാണ് യാത്ര. വലിയ രീതിയിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോഴിതാ യാത്രയുടെ രണ്ടാം ഭാഗത്തിന്റെ പോസ്റ്ററാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ കഥ പറഞ്ഞ യാത്രയിൽ മുഖ്യവേഷത്തിൽ YS രാജശേഖര റെഡ്ഡിയായി എത്തിയത് മമ്മൂട്ടിയായിരുന്നു. രണ്ടാം ഭാഗത്തിൽ YSRന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ കഥയാണ് പറയുന്നതെങ്കിലും കുറച്ചു ഭാഗങ്ങളിൽ മമ്മൂട്ടി അഭിനയിക്കുന്നുണ്ട്. ചിത്രം 2024 ഫെബ്രുവരി 8 തിയേറ്ററിലെത്തും. റിലീസ് വിവരം പങ്കുവെച്ചുകൊണ്ടുള്ള പുതിയ പോസ്റ്ററാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അവന്റെ അവസാനമാണെന്ന് അവർ കരുതി, പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു എന്ന ക്യാപ്ഷനും പോസ്റ്ററിനായി നൽകിയിട്ടുണ്ട്. ജീവിയാണ് ജഗൻമോഹൻ റെഡ്ഡിയായി ചിത്രത്തിൽ എത്തുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങളെ കുറിച്ച് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല. YSR റെഡ്ഡിയെ അവിസ്മരണീയമാം വിധം അവതരിപ്പിച്ച മമ്മൂട്ടി വലിയ കയ്യടി നേടിയിരുന്നു. നീണ്ട 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി അഭിനയിച്ച തെലുങ്കു ചിത്രം കൂടിയായിരുന്നു യാത്ര. അതേസമയം മമ്മൂട്ടി ഇല്ലാതെ യാത്രയും യാത്രയുടെ രണ്ടാം ഭാഗവും ഉണ്ടാകുമായിരുന്നില്ല. ഈ അവസരത്തിന് താൻ നന്ദിയുള്ളവനായിരിക്കുമെന്നും മമ്മൂട്ടി സെറ്റിലെത്തി ആ റോളിന് ജീവൻ നൽകിയത് കണ്ടപ്പോൾ ഒരു ദേജാവു അനുഭവമായിരുന്നുവെന്നും സംവിധായകൻ മഹീവി രാഘവ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 70mm എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ വിജയ് ചില്ല, ശശി ദേവി റെഡ്ഡി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന യാത്രയുടെ രണ്ടാം ഭാഗത്തിന്റെ രചനയും സംവിധാനവും മഹീവി രാഘവാണ് നിർവഹിക്കുന്നത്. സന്തോഷ് നാരായണൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് സെൽവകുമാറാണ്. തെലുങ്കിൽ ഒരുക്കിയ യാത്രയുടെ ആദ്യ ഭാഗം മലയാളത്തിലും തമിഴിലേക്കും മൊഴിമാറ്റി റിലീസ് ചെയ്തിരുന്നു. അതേസമയം വിജയ് ചില്ലയും ശശി ദേവി റെഡ്ഡിയും ചേർന്നാണ് യാത്ര നിർമ്മിച്ചിരുന്നത്. പ്രമുഖ നർത്തകി ആശ്രിത വൈമുഖതിയായിരുന്നു YSRന്റെ ഭാര്യയുടെ വേഷത്തിൽ യാത്രയിലെത്തിയത്. ജഗപതി റാവു രമേശ്, സുഹാസിനി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. 1999 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിലെ YSRന്റെ ജീവിതകഥയാണ് ഈ ബയോപിക്കിൽ പറഞ്ഞത്. ആന്ധ്രാപ്രദേശിനെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2004 1475 കിലോമീറ്ററോളം YSR നടത്തിയ പദയാത്രയെ കുറിച്ചാണ് സിനിമ കൂടുതലും പ്രതിപാദിച്ചത്. 1475 കിലോമീറ്റർ പദയാത്ര 3 മാസം കൊണ്ടായിരുന്നു YSR പൂർത്തിയാക്കിയത്. മുഖ്യമന്ത്രി പദവിയിൽ രണ്ടാം തവണയും ഇരിക്കുമ്പോൾ 2009 സെപ്റ്റംബർ 2 ഹെലികോപ്റ്റർ അപകടത്തിലായിരുന്നു YSR മരിച്ചത്. ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് YSR ആയിരുന്നു. അതേസമയം ചിത്രത്തിന്റെ ഭാഗമായി പ്രചരിച്ച ഒരു ക്യാരക്ടർ ലുക്കും ശ്രദ്ധ നേടിയിരുന്നു. സോണിയാഗാന്ധിയുടെ രൂപസാദൃശ്യമുള്ള ക്യാരക്ടർ ലുക്ക് ചുരുങ്ങിയ സമയം കൊണ്ടായിരുന്നു ശ്രദ്ധ നേടിയത്. ഈ നടി ആരാണെന്നായിരുന്നു പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണം. ജർമ്മൻ നടി സൂസൈൻ ബെർണട്ട് ആണ് ചിത്രത്തിൽ സോണിയാഗാന്ധിയായി വേഷമിടുന്നത്. നിരവധി ഇന്ത്യൻ സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന ചിത്രത്തിലും സോണിയാഗാന്ധിയായി എത്തിയത് ഈ നടിയായിരുന്നു. പൃഥ്വിരാജിന്റെ തീർപ്പ് എന്ന ചിത്രത്തിലും നടി അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.